അസ്സലാമലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടും അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടൊക്കെ കുറേ നാളായി. നാളെ മാത്രമല്ല, മാസങ്ങളായിട്ടുണ്ട് ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റത്തെ കാര്യം ഇതാണ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് കാണാൻ ആളില്ല. അതാണ്, നിസ്സാര ആളുകളെ നമ്മളെ വീഡിയോസ് കാണുള്ളൂ. അപ്പോൾ നമുക്ക് സപ്പോർട്ടുണ്ട്, ലൈക്കും കമൻറ്റും എല്ലാം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ. എന്നെപ്പോലുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പറഞ്ഞാൽ അധികം ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയാസും ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ എന്താ പറയുക, എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉള്ളത് നമ്മൾ വ്യൂസ് ഉണ്ടോ, പിന്നെ നമ്മളെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ, ലൈക്ക് ഉണ്ടോ, കമൻ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് നിരാശ വരും. വേണ്ട, ഇനി വീഡിയോസ് ഒന്നും ഇടണ്ട അങ്ങനെ വിചാരിക്കും. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആമവാത്തിൻ്റെ ഒരുപാട് വീഡിയോസ് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോസ് മാത്രമാണ് എനിക്ക് ഇത്തിരി പിന്നെ എന്താ പറയുക വ്യൂസൊക്കെ അധികം ഉള്ളത്. അപ്പോൾ അവരൊക്കെ എന്നെ എപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ, 3 വർഷത്തിന് അപ്പുറമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതിനുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കും, താത്ത നിങ്ങൾക്ക് വയ്യ, അതുപോലെ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, അസുഖമുണ്ടോ, എന്താ നിങ്ങൾ വീഡിയോസ് ഒന്നും ഇടാത്ത എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതൊന്നുമില്ല, നമ്മൾ തിരക്കാണ്. കാരണം എനിക്ക് ഇത്തിരി ഫുഡിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടിട്ട് പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി ഞാൻ വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു മടുപ്പാണ്. കാരണം എന്തിനാ അപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു മടുപ്പായതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അവരൊക്കെ ഇപ്പോഴും വിളിക്കലുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഡോക്ടറെ കാണലുണ്ടോ, എനിക്ക് വയ്യായിക വല്ലതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് കാരണം പിന്നെ അവർ പറയാറുണ്ട് കേട്ടോ, വീഡിയോസ് ഇടണം, നിങ്ങളപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ അവർ എല്ലാവരും പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതുകൊണ്ടാണ്, അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. കാരണം എൻ്റെ മോണിറ്റൈസ് പോയിരിക്കുകയാണ് കേട്ടോ. മോണിറ്റൈസായി നമുക്ക് ഡോളറൊക്കെ ഏകദേശം പിന്നെ കയറി വരുന്ന സമയമായപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് നമ്മളെ മോണിറ്റൈസ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി ഇതിനുള്ള മാർഗം എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ വ്യൂസ് വേണം. പിന്നെ വാച്ച് അവർ ഉണ്ടായില്ല, കാരണം വാച്ച് അവറൊക്കെ താന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് വാച്ച് അവർ കൂടെ, ഓരോ ആളുകളും കാണുന്നതിനനുസരിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. എല്ലാവരും പറയലുണ്ട്, നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം അഭിപ്രായത്തിന്. ഞാൻ അതൊന്നും അല്ല പറയണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എല്ലാവരും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ണിൽ പെടുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എന്താ പറയുക, എന്നും സപ്പോർട്ട് ചെയ്യുക. എനിക്കത് അത്രേ പറയാനുള്ളൂ. കാരണം നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളും എന്താ പറയുക, നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏണിങ്സാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിന്നൊരു വരുമാന മാർഗം, അതാണ് നമ്മൾ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട്, സുഖവിവരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടറെ ഇപ്പോൾ മരുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ ഏകദേശം 3 വർഷത്തോളമായി ഞാൻ അങ്ങനെ അമ്മവാത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് സാധാരണ ആളുകൾക്ക് വരുന്ന മാതിരി ജലദോഷം, പനിയോ അങ്ങനത്തെയൊക്കെ, അല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനും ഡോക്ടറെ അടുത്ത് പോയത്. പിന്നെ നമുക്ക് ഡോക്ടറെ കൺട്രോളായപ്പോൾ മരുന്നൊക്കെ തന്ന കൺട്രോളായതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം പ്രത്യേകിച്ച് നമ്മളെ വയറ് നമ്മൾ കറക്റ്റാക്കി എടുത്തു. കാരണം നമ്മളെ വയറും നമ്മളെ ജോയിൻ്റൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വയറ് ശ്രദ്ധിച്ചാൽ മാത്രമാണ് എല്ലാ രോഗവും, മിക്ക രോഗങ്ങൾക്കും നമ്മളെ കാരണം നമ്മളെ വയറാണ്. പ്രത്യേകിച്ച് അമവാദം പോലുള്ള നമ്മൾ ജോയിൻസിലൊക്കെ വരുന്ന നമ്മളെ ഇമ്മ്യൂണിറ്റി പിന്നെ എന്താ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് എണീച്ച് നടക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ. കാരണം ഞാനൊരു വലിയ ഘട്ടത്തിൽ നിന്നൊക്കെ സത്യത്തിൽ ഞാനൊക്കെ കടന്നു പോകുന്ന
എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്താ വെച്ചാൽ കാരണം എൻ്റെ ഉമ്മാക്കുണ്ടായിരുന്നു, ഉമ്മ കടന്നുപോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇങ്ങനെ എനിക്ക് അസുഖം ഉണ്ടായിരുന്നപ്പോൾ ഞാനും എനിക്ക് ഭയങ്കര ടെൻഷനും. കാരണം നമുക്ക് ഓരോ ആളുകളത്തിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മളെ തളർത്തുന്ന ഓരോ കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ അള്ളാഹു തആലാൻ്റെ ഒരു കൃപ കൊണ്ട് നമുക്ക് നല്ല എന്താ പറയുക ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഗുളികയും കഴിക്കണില്ല കേട്ടോ. കാരണം നമ്മൾ രോഗം കൺട്രോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് നമ്മളെ എന്താ പറയുക നിത്യജീവിതത്തിൽ ഉള്ള മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല നല്ല ഫുഡും നല്ല എന്താ പറയുക നമ്മൾ ടെൻഷനില്ലാതെ നമ്മൾ സ്ട്രെസ്സില്ലാണ്ട് അതേപോലെ നല്ലൊരു രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് അസുഖങ്ങളൊക്കെ നമുക്ക് തന്നെ മാറ്റി നിർത്താം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടും. എന്താ പറയുക, ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മളെ ചാനൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ ഞങ്ങളിന്ന് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാട്ടോ. അടപ്പള്ളി ആ ഭാഗത്തൊക്കെ ഉള്ള എന്താ വെറുതെ ഞാൻ വീഡിയോ എടുത്താണ്. കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പോന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എന്തായാലും ഇനി ഞാൻ കുക്കിംഗ് വീഡിയോസും അതേപോലെ ഞാൻ ചെയ്യണ എന്താ പറയുക ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ എന്താ പറയുക അതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുടങ്ങാണ്ട് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കലുണ്ട്. എനിക്ക് അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഫാമിലി എല്ലാവരും സമാധാനത്തോടും അൽഹംദുലില്ലാഹ് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ദുആ ചെയ്യുക. കാരണം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാനെല്ലാവർക്കും ഉണ്ട്. എനിക്ക് എന്താ പറയുക എന്നെ വിളിച്ച എല്ലാ പേഷ്യൻറ്റിനും ഞാൻ പറയാം ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി എല്ലാത്തിനും ഞാൻ എല്ലാവർക്കും ദുആ ചെയ്യലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.